ഞാൻ കണ്ടില്ല, ഞാൻ മാക്രോ കണ്ടത്. എനിക്കോട് ഇഷ്ടപ്പെട്ടു. ശങ്കറിനെ ഇതൊക്കെ പറയുമെങ്കിലും ഇതുപോലെ ഒരു പാട്ടെടുക്കാൻ ഇതൊക്കെ ശങ്കറിനെ പറ്റത്തുള്ളൂ. എനിക്ക് ഫൈറ്റ് എല്ലാം അടിപൊളിയാണ്. പക്ഷേ രാഷ്ട്രീയം പറയുന്ന അങ്ങനത്തെ ഒരു പടം. രാംചരൻ്റെ നല്ലൊരു പെർഫോമൻസ് വരുന്നു. ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ 3 വർഷം രാംചരൻ്റെ ഡേറ്റ് കളഞ്ഞു, ഇപ്പം 3-4 വർഷം കളഞ്ഞു. അതിൻ്റെ ഇതേ ഉള്ളൂ, അതിൻ്റെ ഒരു ഇത് വരത്തില്ല. എന്നാലും ശങ്കർ പടം കാണേണ്ട സംഭവമല്ലായിരുന്നു. കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയും. പക്ഷേ ഇത് അന്നേ എഴുതിയ സ്ക്രിപ്റ്റാണ്. ഇപ്പം ഡിലേ ആയിട്ട് ഇന്ത്യയിൽ കിടക്കാൻ പോയതുകൊണ്ട് ഡിലേ ആയതാണ്. അല്ലെങ്കിൽ ആ ഒരു 2021-22 ഇറങ്ങിയിരുന്നെങ്കിൽ ഇച്ചിരൂടെ ഇതായേനെ. ഇപ്പം തെലുങ്ക് മാർക്കറ്റിൽ മാത്രമേ പടം കയറത്തുള്ളൂ. ഹിന്ദിയിലും അവിടെ ഒന്നും കയറാൻ ചാൻസ് ഇല്ല. കേരളത്തിൽ ഇപ്പം ഇത് കണ്ടോ, നല്ല രീതിയിൽ ഇറക്കില്ലല്ലോ ഇവർ. ഇപ്പം ഇവിടെ മലയാളം വന്നത്, തമിഴ് വന്നിട്ടില്ല. അപ്പം അങ്ങനെ ഒരു കുഴപ്പം. മലയാളമാണോ ഇവിടെ? അല്ല, മലയാളം വന്നില്ല. സാധാരണ ഇത്രയും വലിയൊരു ഗ്ലോബൽ സ്റ്റാർ എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ഇവിടെ തമിഴ വന്നിട്ടുള്ളൂ. റിലീസും കുറവാണ്. അവർ മാർക്കറ്റ് ചെയ്ത് ഇറക്കിയില്ല. അതോടെ ഇറക്കിയിരുന്നെങ്കിൽ ഇച്ചിരി ഒരു അടിപൊളിയായിരുന്നു. 172 തിയേറ്റർ എന്താ ഉള്ളൂ കേരളത്തിൽ. അത്രേ ഉള്ളൂ. സ്ക്രീനും കുറവാണ്. അല്ല, ചെറിയ സ്ക്രീനാണ് വന്നത്. ഇപ്പോഴത്തെ ഒരു ശങ്കർ പടത്തിന് അങ്ങനെ അല്ലല്ലോ കേരളത്തിൽ. ശങ്കർ പടം എന്ന രീതിയിൽ പോയി. അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെയാണ് കുറവായിരുന്നു. കുറവായിരുന്നു. നമ്മുടെ ആദ്യം വന്നപ്പോൾ 2 പേരെ ഉള്ളായിരുന്നു. ഇപ്പം ലാസ്റ്റ് ഒരു പകുതി പേരുടെ അടുത്ത് ഉണ്ടായിരുന്നു. കയറും പടം, അത്രയും കയറാനുണ്ട്. BGM ഒക്കെ തമൻ്റെ അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഇൻട്രോ ഫൈറ്റ് ഒരു ഡ്രാമ ആ രീതിയിൽ പോകുന്നത്. ഫൈറ്റ് അതിനല്ല പ്രത്യേകത. എന്തായാലും കൊള്ളാം. സ്ക്രിപ്റ്റ് സ്റ്റോറി കാർത്തി സുബരാജിൻ്റെയാണ്. അപ്പോൾ ശങ്കർ പിന്നെ സ്ക്രീൻ പ്ലേ എഴുതി ആ ഒരു രീതിയിൽ. എന്തായാലും തെലുങ്ക് രാഷ്ട്രീയം കാണിക്കുന്ന പടം ഇഷ്ടപ്പെട്ടു. എന്തായാലും ആള് കയറണം. മുതൽവൻ അതിന്റെ ഒരു വെർഷനുണ്ട്, കുഴപ്പമില്ല, നല്ല പടം. സ്ട്രോങ് കമ്പാക്ക് ആയിരുന്നല്ലേ ശങ്കറിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഫാർ ബെറ്റർ. ശങ്കറിന്റെ കമ്പാക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഒരു കമ്പാക്കും ഇല്ല, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. ഇന്ത്യൻ ടൂവിന്റെ ക്ഷീണമൊക്കെ മാറ്റിയ പോയി കണ്ടോ. ഗെയിം ചേഞ്ചറാണ്. കൊള്ളാം, നൈസ് പടമാണ്. കൊള്ളാം, കണ്ടിരിക്കാം. ബോറടിയൊന്നും ഇല്ല. ഫൈറ്റ് സീനൊക്കെ അടിപൊളിയാണ്. ശങ്കർ കുഴപ്പമില്ല, ബാക്കൊന്നും അങ്ങനെ പറയാൻ പറ്റിയല്ല. കൊള്ളാം, എന്നാലും കണ്ടിരിക്കാം. ഇന്ത്യൻ താത്തയ്ക്ക് ശേഷം താത്തേനേലും ഭേദമാണ്. എന്റെ പൊന്നോ, താത്തേനെ പറയല്ലേ. കമ്പാക്ക് വലിയ കമ്പാക്ക് അല്ല, താത്ത വെച്ച് നോക്കുമ്പോ നല്ല പടമാണ്. താത്തേനെ കട്ടി പറ്റും. ഫൈറ്റ് ഒക്കെ ഒരു രക്ഷയില്ല. സ്ക്രീൻ പ്രസൻസ് അടിപൊളിയാണ്. രാംചരന്റെ BGM തമൻ കത്തിച്ചിട്ടുണ്ട്. ഇൻട്രോ ഫൈറ്റും BGM ഒക്കെ അടിപൊളിയാണ്. എല്ലാം അടിപൊളിയാണ്. സോങ്സ് ഒക്കെ കൊള്ളാം. തമന്റെ സോങ് ഒക്കെ അടിപൊളിയാണ്. ആക്ഷൻ ആവശ്യത്തിനുണ്ട്. ഡബിൾ റോളാണ്, 2 റോളും കൊള്ളാം. പിന്നെ അഞ്ജലി നന്നായിട്ട് അഭിനയിച്ചു. മേക്കിംഗ് റിച്ച്നെസ് ആണ്. അതായത് സോങ്സ് ഒക്കെ വെർത്താണ് കാണുന്നത്. 5 സോങ്സിൽ പൈസ മുടക്കി തന്നെ കാണാനുണ്ട്. 100 കോടിയാണ് എല്ലാ സോങ്സിനും കൂടെ ചെലവ്. എനിക്ക് തോന്നുന്നു 90-100 കോടിക്ക് അടുത്താന്ന് തോന്നുന്നു. കുഴപ്പമില്ല, 1 ടൈം മാച്ചുകളാണ്. ശങ്കർ വിസ്മയം അല്ലല്ല, ഒരു മത്സരിക്കുക ഏതാണ് മോശം പടം എന്നുള്ള മത്സരമാണ്. ഇന്ത്യയിലാണോ ഗെയിം ചേഞ്ചർ ആണോ എന്നുള്ളത് ഭയങ്കര മത്സരം. താത്താക്ക് ഒരു ഭീഷണിയാണ്. താത്താക്ക് വലിയ ഭീഷണിയാണ്. അല്ല, ഗുണ്ടാണോ അങ്ങനെ പറഞ്ഞ ഗുണ്ട് തന്നെ. ഗർഭം കലക്കി പല തന്നെ വേറെ വലിയ രാംചരൺ എങ്ങനെയുണ്ട്? രാംചരണിനെ വെച്ച് പണിയപ്പോ എങ്ങനെയുണ്ട്? സംഭവം ഭയങ്കര ശോകമാണ്. അവിടെ ചെന്ന് പണി കൊടുത്തല്ലേ. അതായത് ടോളിവുഡിനെ നശിപ്പിക്കാൻ കോളിവുഡ് ഇറക്കിയ മാസ്റ്റർ പ്ലാൻ ആണ് ശങ്കർ. അതാണ് ശങ്കറിന്റെ ഒരു പതനം തന്നെയാണ്. അതെനിക്ക് മനസ്സിലായി. പുള്ളി എന്താ ഇങ്ങനെയെന്നൊക്കെ കൊടുത്തില്ല. ഇത് പൈസ ഇവിടെ ഉപയോഗിക്കണം എന്ന് അറിയാത്ത പോലെ. അതായത് പാട്ടെടുക്കാൻ വേണ്ടി 75 കോടി മുടക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അത് ഒരു പാട്ട് പടത്തിലില്ല. തമാശ അതാണ് തമാശ. അതായത് ഈ പൈസ മുടക്കിയതിന്റെ കുറെ റിച്ച്നെസ് പിന്നെ സ്ക്രീനിൽ കാണാം. അത്രേ ഉള്ളൂ. അത് തന്നെ പരിപാടി. അത്രേ ഉള്ളൂ. പഴയ പരിപാടി, പഴയ ബോബ്. അറിയാം, നമുക്കറിയില്ല എല്ലാം. സീൻ ബൈ സീൻ നമുക്ക് അറിയാവുന്ന പരിപാടി തന്നെ. പുള്ളിയുടെ മുതൽവനുണ്ട്. മുതലൻ തന്നെയാണ്. മുതലൻ തന്നെ എല്ലാം മുതലൻ. അതിപ്പോ ഒരു നാൾ മുതലവനാണെങ്കിൽ ഇത് എല്ലാ നാളും മുതൽവൻ. ഫൈറ്റ് തന്നെ ഇങ്ങനെ ചുമ്മാ അടി നടക്കുക. നമുക്കത് വെറുതെ അടിച്ചോണ്ടി ആൾക്കാർ. ഒരു കണക്ഷൻ ഇല്ലല്ലോ, ഇമോഷണൽ ഒരു തേങ്ങയില്ല. ഒരു തേങ്ങയില്ല, ചുമ്മാ അലമ്പോളാണ്. വായിച്ചോകപ്പെടായിരുന്നു. നിങ്ങൾ കണ്ടായിരുന്നു.